ചേട്ടാ നമ്മളെ റാഡോയിൽ വരുന്ന കസ്റ്റമർക്ക് പൊതുവെ എല്ലാവരും സംശയമാണ്. കാരണം നമുക്കിപ്പോൾ ഗ്രാനൈറ്റ് ഉണ്ട്, മാർബിൾ ഉണ്ട്, ടൈലുകളുണ്ട്. അപ്പോൾ ഏതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് ബാബയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ബാബട്ട് ഒന്ന് പറയോ? അതെന്താ വെച്ചാൽ സാധാരണഗതിയിൽ ഇവിടെ വന്നാൽ ഞങ്ങൾ എപ്പോഴും പറയും മാർബിളിന് വേണ്ടി. മാർബിൾ പറയാന്ന് വെച്ചാൽ സാമ്പത്തികം മാത്രമല്ല, ഇത് നാച്ചുറൽ സാധനമാണ്. കാലിക്ക് പ്രശ്നം വരുന്നില്ല. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ എന്തെങ്കിലും ലൈനൊക്കെ വീണാൽ ഒരു മോട്ടർ അടിച്ചാൽ ഇന്നലെ വിരിച്ചോണായി പുതിയതായി. അപ്പൊ മാർബിൾ ആണ്. സാമ്പത്തികവും കൂടി നോക്കിയിട്ട് എല്ലാ സാധനങ്ങളും ചെയ്യാം. പിന്നെ മാർബിൾ എന്ന് പറഞ്ഞാൽ റേറ്റ് കുറഞ്ഞതും കൂടി കൊണ്ട് മാർബിൾ നിരത്തി വെച്ച് പിന്നെ ഒന്നും ആവുന്നില്ല. നമ്മളെല്ലാ സാധനവും വിൽക്കുന്നുണ്ട്. നാച്ചുറൽ ആണല്ലോ, എല്ലാവർക്കും നല്ല ഗുണമായിരിക്കും. കാലിക്ക് നല്ലതാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇപ്പൊ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും പറഞ്ഞ അഫ്റ്ററൊക്കെ നമ്മൾ ടൈലാ ചെയ്യുന്ന മിക്കവാറും. കാരണം 1-2 പ്രാവശ്യം തോന്നുള്ളൂ. മാർബിളാകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ നിങ്ങൾ ഏകദേശം ഇതിന്റെ ജോലി എടുത്ത ആളാണ് ബാബേട്ടെ. അപ്പൊ ബാബനെ അറിയാൻ മതിയാവുമല്ലോ, കാരണം ഇതിന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ. അതായത് മാർബിൾ ചെയ്യുമ്പോൾ എന്തായാലും അതിന്റെ റൂൾ അനുസരിച്ച് തന്നെ ചെയ്യും. സാധനങ്ങൾ ഒന്നും ആയി പോകുക, അത്ര വില കൂടിയതാണെങ്കിൽ. ഇപ്പൊ നമ്മളെന്താ എല്ലാവരും ഇത് മാർബിൾ എടുക്കുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ലൊരു മോഡൽ എടുക്കുള്ളൂ. അതിനനുസരിച്ച് നല്ല പ്രൈസും നല്ല കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാൻ നോക്കാം. ഞങ്ങളിവിടെ മാക്സിമം റേറ്റ് കുറച്ച് നല്ല സാധനമാണ് കൊടുക്കുന്നത്. പിന്നെ റേറ്റ് മാത്രം നോക്കിയല്ല, വർക്കാണ് അതിന്റെ മെയിൻ. എല്ലാ സാധനങ്ങളും വേണ്ടപോലെ ഉപയോഗിക്കും. അതിനനുസരിച്ചുള്ള ബാക്കിൽ നമുക്ക് അടിക്കാനുള്ള കോട്ടിങ് എല്ലാം ചെയ്തതിന് ശേഷം ബാക്കോട്ട് അടിക്കണം. ബൈസിമിൽ വിരിക്കേണ്ടത് ബൈസിമിൽ വിരിക്കണം. ജോയിന്റ് ചെയ്തുകൊണ്ട് അടയ്ക്കണം, അത് തന്നെ അടയ്ക്കണം. പണ്ടത്തെ അതുപോലൊന്നുമല്ല. നല്ല പോളിഷ് ചെയ്താൽ ഒന്നും ആവില്ല. അപ്പൊ എല്ലാം ഓക്കെ ആണെങ്കിൽ നല്ല മാർബിൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.